എല്ലാവർക്കും ബയോമെക് ഇൻസിനുവിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാലിക്കറ്റാണ്. ബയോ EDV NPK1 എന്ന് പറയുന്ന നമ്മുടെ ബേസ് മോഡലാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ നാപ്കിൻ അതേപോലെ തന്നെ ഡയപ്പറാണ് കൂടുതലും വരുന്നത്. പക്ഷേ ഇവർക്ക് ഒരുപാട് ഡയപ്പറൊന്നും വരുന്നില്ല, ഒരു വീക്ക്ലി ത്രൈസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നാണ് നമുക്ക് ചെറിയ മോഡൽ മതി എന്നുള്ളത്. ഡയപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് മോഡലാണ് സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഈ NPK1 വിശേഷങ്ങൾ നമുക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിൽ. ഇവിടെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ബേസ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് വേണം നമ്മൾ ഇൻസിനറേറ്റർ സ്ഥാപിക്കാനായിട്ട്. ബേസ്മെൻറ്റ് ഇല്ലെങ്കിൽ സിമെൻറ്റ് തറയാലും കുഴപ്പമില്ല. മണ്ണാണെങ്കിൽ പോലും മെഷീൻ ചെരിവില്ല അല്ലെങ്കിൽ ചെരിയില്ല എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇത് സ്ഥാപിക്കാനായിട്ട്. അല്ലെങ്കിൽ മറിഞ്ഞു വീണുകൊണ്ട് വേറെ ഇഷ്യൂ ഉണ്ടായിട്ടല്ല, കത്തുന്ന സമയത്ത് മറിഞ്ഞു വീഴുകയാണെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊള്ളലേൽക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്മോക്ക് പൈപ്പ് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. സ്മോക്ക് പൈപ്പും നമ്മൾ തൊടാനോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഹൈറ്റിൽ വെക്കുന്നത് വളരെ ഉചിതമാണ്. ഈ മെഷീൻ്റെ ഡീറ്റെയിൽസ് സ്പെക്കെല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് 0 സ്പാങ്കിൾ ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്മോക്ക് പൈപ്പ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് ഫയർ ഗ്രേഡ് സിമെൻറ്റാണ്. കാസ്റ്റബിൾ സിമെൻ്റ് എന്ന് പറയും. കാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന സിമെൻറ്റാണ്. ഇത് ഫുള്ളി പോർട്ടബിൾ ആണ്. മഴയത്തല്ല വെക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാതെ ഈസി ആയിട്ടൊരു 5-6 വർഷം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്യണം. മഴയത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ സ്മോക്ക് പൈപ്പും സെക്കൻഡ് മോഡലിൻ്റെ സ്മോക്ക് പൈപ്പും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ 5 ഫീറ്റ് പൈപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും 3rd മോഡൽ തൊട്ട് അതിൻ്റെ ബേണിംഗ് ചേമ്പറിൻ്റെ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ പൈപ്പിൻ്റെ എക്സ്റ്റൻഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ബേസ് മോഡലിൽ പൈപ്പ് എക്സ്റ്റൻഷൻ ചോദിക്കാറുണ്ട്. കാരണം പുക വീടിൻ്റെ ഉള്ളിലേക്ക് അടിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് മുകളിൽ വെക്കാനാണ്, ടെറസിൻ്റെ മുകളിൽ വെക്കാനാണ്. അല്ലെങ്കിൽ പുക അടിക്കാത്ത രീതിയിൽ കുറച്ച് കോമ്പൗണ്ടുള്ള വീടാണെങ്കിൽ ഒരു കോർണർ സ്പേസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ പല വീഡിയോസിലും നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവും. ഇതിൽ വൈറ്റ് സ്മോക്കാണ് വരുന്നത്. നമ്മൾ പറയുന്ന ഡയറക്ഷനിലാണ് നിങ്ങൾ വേസ്റ്റ് കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാക്ക് സ്മോക്കോ പോയിസണസ് സ്മോക്കോ വരില്ല. ഒഴിവാക്കുക. ബാറ്ററീസ് ഒഴിവാക്കുക. പിന്നെ വെറ്റായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക. അപ്പോൾ ഫ്യൂലിൽ ലോഡ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ ബ്ലാക്ക് സ്മോക്ക് വരുന്നത്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസിനറേറ്റർ സംബന്ധമായ എന്ത് കാര്യത്തിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.